ഇതിനകത്ത് വളരെ കുറച്ച് സവിശേഷതകളുള്ള ഒരു ചാമ്പ്യൻസ് ട്രോഫി ആയിരുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം ഹോസ്റ്റ് ചെയ്യുന്ന ചാമ്പ്യൻസ് ട്രോഫി ആ രാജ്യത്തല്ലാതെ ഫൈനൽ നടത്തി. ഒന്നാമത്തെ കാര്യം, നേരത്തെ മൾട്ടിപ്പിൾ രാജ്യങ്ങളിൽ നടത്തിയ ചാമ്പ്യൻസ് ട്രോഫികളിലും വേൾഡ് കപ്പിലും ഒക്കെ ഇങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏത് രാജ്യമാണോ ഹോസ്റ്റ് രാജ്യമായത് അവിടെ നടത്താത്ത ഒരു ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ, അവിടെ ഫൈനൽ നടത്താത്ത ചാമ്പ്യൻസ് ട്രോഫി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ പ്രതിനിധികൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തില്ല. ആരും പങ്കെടുത്തില്ല. അത് ഷോയബ് അക്തർ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പം അത് പറഞ്ഞാൽ അവരുടെ എന്തോ മിനിസ്റ്റർ ആയിരുന്നു PCBയുടെ ചെയർമാൻ. അപ്പൊ പുള്ളി പാർലമെന്റിൽ സംസാരിക്കാൻ പറ്റുന്ന നോക്കിയാൽ പാകിസ്ഥാന്റെ വിശദീകരണം. പക്ഷെ അതൊരു സ്വന്തമായിട്ട് നടത്താൻ പറ്റാത്തതും നടത്തിയിട്ടും ഇന്ത്യ ജയിച്ചതുമായ ഒരു കുശുമ്പല്ലേ എന്നോർക്കാൻ ആവാം. പിന്നെ പാകിസ്ഥാൻ ഒരു വമ്പൻ പരാജയമാണെന്നുള്ളതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ്. അവരുടെ എത്രയോ കാര്യങ്ങളുണ്ടായിരുന്നു. മഴ കാരണം അവർക്ക് കളികൾ നടത്താൻ സാധിച്ചില്ല. പല കാര്യങ്ങളുണ്ട്. അതെല്ലാം വമ്പൻ പരാജയമാണെന്നുള്ളതിൽ അതിൽ പ്രത്യേകിച്ചൊരു സംശയവുമില്ല.